നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ വാങ്ങി പമ്പിലേക്ക് പോയി ഒരു 500-ന് പെട്രോൾ അടിക്കുന്നു. അപ്പോഴാണ് പമ്പിലെ ആ മെഷീനിൽ ഒരു പുതിയ സ്റ്റിക്കർ ശ്രദ്ധിക്കുന്നത്. അതിൽ വളരെ വലുതായിട്ട് E20 എന്ന് എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട്, ഇതെന്താ സംഭവം? ഇത് സാധാരണ പെട്രോൾ അല്ലേ? അവിടെ നിന്ന് വണ്ടി എടുത്തപ്പോൾ മുതൽ മനസ്സിൽ 100 ചോദ്യങ്ങളുണ്ട് നിങ്ങൾക്ക്. വണ്ടിയാണെങ്കിൽ കുറച്ച് പഴയ മോഡലുമാണ്. ഈ പുതിയ പെട്രോൾ അടിച്ചാൽ എന്റെ വണ്ടിയുടെ എഞ്ചിൻ നാശമാകുമോ? കഴിഞ്ഞ കുറച്ച് നാളുകളായി വണ്ടിക്ക് പഴയതുപോലെ മൈലേജ് കിട്ടുന്നില്ലല്ലോ. ഒരുപക്ഷെ ഈ പെട്രോൾ ആയിരിക്കുമോ അതിന്റെ കാരണം? അതോ ഇതിന്റെ പിന്നിൽ നമ്മൾ സാധാരണക്കാർ അറിയാത്ത വല്ല രാഷ്ട്രീയ അഴിമതിയും ഉണ്ടോ എന്നൊക്കെയുള്ള വലിയ ചിന്തകളാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളെപ്പോലെ തന്നെ ഈ ചോദ്യങ്ങളുള്ള മനുഷ്യർ ഇന്ന് ഇന്ത്യയിൽ ഒരുപാടാണ്. വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഈ E20 എന്നൊക്കെ കാണുന്നു. എന്നാൽ എന്താണ് ഈ E20 എന്ന് കാര്യമായി മനസ്സിലാകുന്നില്ല. ഈ E20 എന്നതിന്റെ സാങ്കേതിക വശങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോരായ്മകളും ഇതിന് പിന്നിലെ ചില രാഷ്ട്രീയ സത്യങ്ങളും നമുക്ക് പരിശോധിക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ 20% എത്തനോളും 80% സാധാരണ പെട്രോളും ചേർന്ന ഒരു ബ്ലെൻഡ് ആണ് ഈ E20. പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് 100% പെട്രോൾ തന്നെയായിരുന്നു. പിന്നെ അത് E5 അഥവാ 5% എത്തനോൾ ആയി. പിന്നീട് E10 അഥവാ 10% എത്തനോൾ. ഇപ്പോൾ E20 എന്ന വലിയൊരു മാറ്റത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഈ എത്തനോൾ എന്ന് പറയുന്നത് ഒരു ബയോഫ്യൂവൽ ആണ്. നമ്മുടെ നാട്ടിലെ കൃഷിയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. കരിമ്പ്, ചോളം, നെല്ല് എന്നിവയിൽ നിന്നൊക്കെയുള്ള വേസ്റ്റിൽ നിന്നും ഫെർമെന്റേഷൻ വഴിയാണ് ഇത് നിർമ്മിക്കുന്നത്. അതായത് പെട്രോളിനെ പോലെ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതല്ല, മറിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. 100 ലിറ്റർ ഇന്ധനത്തിൽ 20 ലിറ്റർ എത്തനോൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചാൽ ബാക്കി 80 ലിറ്റർ പെട്രോൾ മാത്രം പുറത്തുനിന്ന് വാങ്ങിയാൽ മതി. ഇതുവഴി രാജ്യത്തിന് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യമാണ് ലാഭിക്കാൻ സാധിക്കുന്നത് എന്നാണ് സർക്കാരിന്റെ വാദം. ഇന്ത്യ പോലെ ഇറക്കുമതിയെ മാത്രം ആശ്രയിക്കുന്ന ഒരു രാജ്യത്തിന് പ്രഥമ ദൃഷ്ടിയിൽ നോക്കിയാൽ ഇതിൽ ഗുണം മാത്രമേ കാണാൻ കഴിയൂ. കരിമ്പും ചോളവും കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഇതൊരു വരുമാന മാർഗമാണ് എന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഒരു വണ്ടി ഉടമ എന്ന നിലയിൽ ഇത് വലിയൊരു തലവേദനയാണ്. വണ്ടിയുടെ മൈലേജിനെ വളരെ കാര്യമായി തന്നെ ഈ പുതിയ പരിഷ്കാരം ബാധിക്കും. പെട്രോളിനെ അപേക്ഷിച്ച് എത്തനോളിന്റെ എനർജി ഡെൻസിറ്റി കുറവാണ്. അതായത് 1 ലിറ്റർ പെട്രോളിൽ നിന്നും കിട്ടുന്ന പവർ 1 ലിറ്റർ എത്തനോൾ മിക്സ് ചെയ്ത പെട്രോളിൽ നിന്ന് കിട്ടില്ല. E20 അടിക്കുന്ന വണ്ടികളിൽ ഏകദേശം 4 to 5% മൈലേജ് കുറവ് നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാകും. എത്തനോളിന് വെള്ളത്തെ വലിച്ചെടുക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. ഇതിന് ഹൈഗ്രോസ്കോപ്പിക് നേച്ചർ എന്നാണ് പറയുന്നത്. ഇത് ടാങ്കിലെ പെട്രോളിൽ വെള്ളം കലരാൻ കാരണമാകും. ഈ വെള്ളം എഞ്ചിനിലെത്തിയാൽ തുരുമ്പ് വരാനും മറ്റു പാർട്ടുകൾ നശിക്കാനുമുള്ള സാധ്യതയുണ്ട്. പഴയ വണ്ടികളിലെ റബ്ബർ ട്യൂബുകളും പ്ലാസ്റ്റിക് വാഷറുകളും ഈ എത്തനോൾ മിശ്രിതത്തെ താങ്ങാൻ കഴിയുന്നവ ആയിരിക്കണമെന്നില്ല എന്നതും വലിയ വെല്ലുവിളിയാണ്. ഇന്ത്യ പോലെ കാർ എന്നത് ഒരു മിഡിൽ ക്ലാസ് ലക്ഷറി ആയിട്ടുള്ള നാട്ടിൽ കാറിന് വരുന്ന ഈ വലിയ മെയിന്റനൻസ് പൈസ വലിയ ബാധ്യത തന്നെ വരുത്തിവെക്കുമെന്നത് സംശയമില്ല. 2023 ഏപ്രിലിന് ശേഷം പുറത്തിറങ്ങിയ BS6 ഫേസ് 2 വണ്ടികൾ E20 മെറ്റീരിയൽ കംപ്ലൈന്റ് ആണ്. അവയിലെ എഞ്ചിനും ഫ്യുവൽ ലൈനും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിനനുസരിച്ചാണ്. പക്ഷേ പഴയ വണ്ടികൾക്ക് അഥവാ 2023 മുമ്പുള്ളവയ്ക്ക് ഈ E20 ദീർഘകാലം ഉപയോഗിക്കുന്നത് വലിയ പ്രശ്നമായിരിക്കും. ഇതൊക്കെ വണ്ടിയെ ബാധിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ ഇതിന് പിന്നിൽ നമ്മൾ അറിയാത്ത വലിയ ഗൗരവമുള്ള ചില രാഷ്ട്രീയ പരിസ്ഥിതി വിഷയങ്ങൾ കൂടിയുണ്ട് എന്നത് നാം മനസ്സിലാക്കണം. അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ പണത്തെക്കുറിച്ച് കൂടി ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാ പണവും ഒരു അസറ്റിൽ മാത്രം ഇടുന്നതല്ല. അത് കറക്റ്റ് ആയിട്ടുള്ള നിക്ഷേപങ്ങളുടെ ഒരു മിക്സ് ഉണ്ടാവുക എന്നതാണ്. റിസ്ക് മാനേജ് ചെയ്യുന്നതിനും ലോങ് ടേം വെൽത്ത് ബിൽഡ് ചെയ്യുന്നതിനും വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് ഡിവേഴ്സിഫിക്കേഷൻ എന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത അസറ്റ് ക്ലാസുകളെ മനസ്സിലാക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ പല റീറ്റെയിൽ നിക്ഷേപകരും വേണ്ടത്ര എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു കാറ്റഗറിയാണ് ബോണ്ട് മാർക്കറ്റ്. ഫിക്സ്ഡ് റിട്ടേൺ നൽകുന്ന ഒരു കാറ്റഗറിയാണ് കോർപ്പറേറ്റ് ബോണ്ട്സ്. ഇതിൽ റിട്ടേൺസ് അഡ്വാൻസ് ആയി നിശ്ചയിച്ചതുകൊണ്ട് എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇനി എങ്ങനെ ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അവിടെയാണ് വിൻവെൽത്ത് വരുന്നത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ലിസ്റ്റഡ് കോർപ്പറേറ്റ് ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം നൽകുന്ന പ്ലാറ്റ്ഫോമാണ് വിൻവെൽത്ത്. മുമ്പ് താരതമ്യേന വലിയ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആവശ്യമായതുകൊണ്ട് തന്നെ പൊതുവെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും പണക്കാർക്കും മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള ഒന്നായിരുന്നു ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ്. പക്ഷേ ഇപ്പോൾ സെബിയുടെ റെഗുലേറ്ററി ചേഞ്ചസ് കാരണവും പിന്നെ വിൻവെൽത്ത് പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് കാരണവും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് 1000 രൂപ മുതൽക്ക് ലിസ്റ്റഡ് കോർപ്പറേറ്റ് ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. വിൻവെൽത്ത് ഒരു സെബി രജിസ്റ്റേർഡ് ബ്രോക്കറാണ്. ആൻഡ് ആനുവലി ഏതാണ്ട് 9 മുതൽ 12% വരെ ഫിക്സ്ഡ് റിട്ടേൺ തരുന്ന BBB to A റേറ്റഡ് ബോണ്ട്സ് ആണ് പൊതുവെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. മൊത്തം പ്രോസസ്സ് എത്ര സിമ്പിൾ ആയാണ് ഫീൽ ചെയ്യുക എന്നതാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ വലിയൊരു പ്രത്യേകത. UPI അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയി ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡാഷ്ബോർഡ് വഴി എല്ലാം ട്രാക്ക് ചെയ്യാനും പറ്റും. അതിൽ എപ്പോൾ വേണമെങ്കിലും റീപേയ്മെന്റ് ഷെഡ്യൂൾസ് ഈസിയായി ചെക്ക് ചെയ്യാനും പറ്റും. മറ്റൊരു പ്രത്യേകത, വിൻവെൽത്ത് തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ബോണ്ട്സിലും 2% ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ബോണ്ട്സും എക്സ്ചേഞ്ച് ലിസ്റ്റഡ് ആണ്. പക്ഷേ മറ്റെല്ലാ ഇൻവെസ്റ്റ്മെന്റും പോലെ ബോണ്ട്സിലും റിസ്ക് ഉണ്ട്. അതുകൊണ്ട് എല്ലാ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ്, ഡീറ്റെയിൽസ് ആൻഡ് ഡിസ്ക്ലെയിമേഴ്സ് ശ്രദ്ധയോടെ വായിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഫിക്സ്ഡ് റിട്ടേൺ ഇൻസ്ട്രുമെന്റ്സിലൂടെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായും ചെക്ക് ചെയ്യേണ്ട ഒന്നാണ്. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. സത്യത്തിൽ സോഷ്യലിസത്തിന്റെയും മുതലാളിത്തത്തിന്റെയും ഏറ്റവും മോശമായ വശങ്ങൾ കൂടിച്ചേർന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ജനങ്ങൾ എന്ത് ഉപയോഗിക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുകയാണ്. ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ വണ്ടികൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കുന്ന ഗുണനിലവാരമില്ലാത്ത ഒരു സാധനം സർക്കാർ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ സർക്കാർ നേരിട്ട് ചെയ്യാതെ സ്വകാര്യ കമ്പനികൾക്കാണ്
ആണ് കൊടുത്തിരിക്കുന്നത് എന്നും കാണാം. എഥനോൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ കരാർ ലഭിച്ചിട്ടുള്ള കമ്പനികൾ കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ മകന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ്. അതായത് സർക്കാരിന് യാതൊരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാതെ സ്വകാര്യ മുതലാളിമാർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു അഴിമതി ക്രോണി ക്യാപിറ്റലിസം കൂടിയാണ് ഈ പദ്ധതി എന്ന് വേണം മനസ്സിലാക്കാൻ. പൊല്യൂഷൻ കുറയ്ക്കാനാണ് E20 എന്നും സർക്കാർ വാദിക്കുന്നുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യവും ഭീകരമാണ്. ഈ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന നോർത്ത് ഈസ്റ്റിലെ ബർണിഹാട്ട് എന്ന സ്ഥലത്തുള്ള ഫാക്ടറികൾക്ക് ചുറ്റുമുള്ള അവസ്ഥ വളരെ ശോചനീയമാണ്. ആ പ്രദേശം മുഴുവൻ കറുത്ത പുക നിറഞ്ഞ് മരങ്ങളിലെ ഇലകൾ വരെ കറുത്ത നിറത്തിലായി മാറി ജീവിക്കാൻ കൊള്ളാത്തൊരവസ്ഥയിലാണ് ആ സ്ഥലമുള്ളത്. പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ എന്ന പേരിൽ നോർത്ത് ഈസ്റ്റ് പോലെയുള്ള മനോഹരമായ ഒരു സ്ഥലത്തെ പ്രകൃതിയെ പൂർണ്ണമായും നശിപ്പിക്കുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രസീൽ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷങ്ങളായി എഥനോൾ മിക്സ് ചെയ്ത പെട്രോൾ വിജയകരമായി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അവിടെ വാഹനങ്ങൾ ഇതിന് അനുയോജ്യമായ രീതിയിൽ മുൻകൂട്ടി തന്നെ ഡിസൈൻ ചെയ്യപ്പെട്ടിരുന്നു. അമേരിക്കയിലും ബ്രസീലിലും ജനങ്ങൾക്ക് തങ്ങളുടെ പഴയ വാഹനങ്ങൾക്ക് വേറെ ഇന്ധനം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതേസമയം ഇന്ത്യയിൽ ഈ നയം നടപ്പിലാക്കിയ ശേഷം രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന പഴയ വാഹന ഉടമകളുടെ വണ്ടികൾക്കുണ്ടായ മൈലേജ് നഷ്ടത്തെക്കുറിച്ചും എഞ്ചിൻ തകരാറുകളെക്കുറിച്ചുമുള്ള ഉപഭോക്താക്കളുടെ പരാതികളിൽ പലപ്പോഴും കൃത്യമായ പരിഹാരമുണ്ടായിട്ടില്ല. പോളിസി മേക്കേഴ്സ് ജനങ്ങളുടെ ഈ ആശങ്കകൾക്ക് കൂടുതൽ വ്യക്തമായ ശാസ്ത്രീയ മറുപടികൾ നൽകേണ്ടതുണ്ട്. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പഴയ വാഹനങ്ങൾക്ക് അനുയോജ്യമായ E10 ഇന്ധനം തിരഞ്ഞെടുക്കാൻ ചില പമ്പുകളിലെങ്കിലും അവസരം നൽകണമോ എന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ തുറന്ന ചർച്ചകൾ ആവശ്യമാണ്. എഥനോൾ മിക്സ് ചെയ്ത പെട്രോളിന് വിലക്കുറവ് നൽകണമെന്ന നീതി ആയോഗിന്റെ നിർദ്ദേശം നടപ്പിലാക്കുന്നത് വാഹന ഉടമകളുടെ സാമ്പത്തിക ബാധ്യത ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിച്ചേക്കാം. E20 പെട്രോൾ ഉപയോഗിക്കുന്നത് വഴി വാഹനങ്ങളിൽ നിന്നുള്ള പുകമലിനീകരണം വലിയ തോതിൽ കുറയുന്നു എന്നാണ് സർക്കാരിന്റെ പ്രധാന അവകാശവാദം. എഥനോൾ കത്തുമ്പോൾ കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബണുകൾ എന്നിവ ഗണ്യമായി കുറയുന്നു. ഇത് നഗരങ്ങളിലെ വായുമലിനീകരണം തടയാൻ സഹായിക്കും. എന്നാൽ ഇതിന്റെ മൊത്തത്തിലുള്ള പാരിസ്ഥിതിക ആഘാതം വിലയിരുത്തുമ്പോൾ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ എഥനോൾ പ്രധാനമായും നിർമ്മിക്കുന്നത് കരിമ്പിൽ നിന്നാണ്. കരിമ്പ് ഒരു ജലക്ഷാമം ഉണ്ടാക്കുന്ന കൃഷിയാണ്. 1 ലിറ്റർ എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം കൃഷിക്കായി ഉപയോഗിക്കേണ്ടി വരുന്നു. കരിമ്പ് കൃഷി വ്യാപകമാകുന്നത് ഭാവിയിൽ വലിയ ഭൂഗർഭ ജലക്ഷാമത്തിന് കാരണമാകുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൂടാതെ എഥനോൾ നിർമ്മിക്കാൻ ചോളം പോലുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉപയോഗിക്കുന്നത് രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട്. വളർന്നു വരുന്ന ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഭക്ഷ്യവിളകൾ ഇന്ധനത്തിനായി മാറ്റിവെക്കുന്നത് ഭക്ഷണമോ അതോ ഇന്ധനമോ എന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള വലിയൊരു വിവാദത്തിന് ഇന്ത്യയിലും വഴിവെച്ചിട്ടുണ്ട്. 2021 നീതി ആയോഗ് പുറത്തിറക്കിയ റോഡ് മാപ്പ് ഫോർ എഥനോൾ ബ്ലെൻഡിംഗ് ഇൻ ഇന്ത്യ 2020 എന്ന റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, E0 പെട്രോളിനായി ഡിസൈൻ ചെയ്ത 4 വീലറുകളിൽ E20 ഉപയോഗിക്കുമ്പോൾ 6 മുതൽ 7% വരെ മൈലേജ് കുറയാൻ സാധ്യതയുണ്ട് എന്ന്. 2 വീലറുകളിൽ ഇത് 3 മുതൽ 4% വരെ ആകാമെന്നും നീതി ആയോഗ് റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. വാഹനങ്ങളുടെ ഹാർഡ്വെയറിലും ട്യൂണിംഗിലും മാറ്റം വരുത്തിയാൽ മാത്രമേ ഈ മൈലേജ് നഷ്ടം പരിഹരിക്കാൻ കഴിയൂ എന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ സർക്കാരിന് കീഴിലുള്ള ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് മൈലേജ് കുറയുന്നത് 1 മുതൽ 6% വരെ മാത്രമായിരിക്കും എന്നതാണ്. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് നടത്തിയ ശാസ്ത്രീയ പഠനങ്ങളിൽ ഇത് 2 മുതൽ 4% വരെയാണെന്നും വ്യക്തമാക്കുന്നു. മൈലേജ് കുറയുന്നതിനാൽ ഒരേ ദൂരം സഞ്ചരിക്കാൻ മുൻപത്തേക്കാൾ കൂടുതൽ പെട്രോൾ അടിക്കേണ്ടി വരുന്നുണ്ട്. ഉദാഹരണത്തിന് 1 ലിറ്ററിൽ 15 കിലോമീറ്റർ മൈലേജ് ലഭിച്ചിരുന്ന ഒരു കാർ E20 അടിക്കുമ്പോൾ 6% മൈലേജ് നഷ്ടം വന്നാൽ അത് 14.1 കിലോമീറ്ററായി കുറയും. 1000 കിലോമീറ്റർ ഓടിക്കാൻ മുമ്പ് 67 ലിറ്റർ മതിയായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 71 ലിറ്റർ ഇന്ധനം വേണ്ടിവരും. ഇത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് കൂടുതൽ പണം നഷ്ടപ്പെടാൻ കാരണമാകുന്നു എന്നതാണ് സത്യം. ചുരുക്കത്തിൽ പറഞ്ഞാൽ E20 എന്നത് പുറമേ നോക്കുമ്പോൾ രാജ്യത്തിന് ഗുണകരമാണെന്ന് തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു അഴിമതിയും സാധാരണക്കാരുടെ പോക്കറ്റ് അടിക്കുന്ന പരിപാടിയും വലിയൊരു പാരിസ്ഥിതിക നാശവും നടക്കുന്നുണ്ട്. വണ്ടി ഉടമകൾ കൃത്യമായി സർവീസ് ചെയ്തും ഫ്യൂവൽ ഫിൽറ്റർ മാറ്റിയും സ്വന്തം വണ്ടികളെ സംരക്ഷിക്കുക. അപ്പൊ നിങ്ങളുടെ വണ്ടി ഏതാണ്? E20 അടിച്ചപ്പോൾ വല്ല വ്യത്യാസവും തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. ഒരിക്കൽ കൂടി വീഡിയോയിൽ മെൻഷൻ ചെയ്ത വിൻവെൽത്ത് ആപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ബോണ്ട് ഇൻവെസ്റ്റ്മെന്റിലൂടെ ഫിക്സ്ഡ് റിട്ടേൺ കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആപ്പ് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അതിന്റെ ലിങ്ക് കമന്റ് ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. Fixed returns do not constitute guaranteed or assured returns. Investments in corporate debt securities, municipal debt securities, and securitized debt instruments are subject to credit risks, market risks, and default risks, including delay and/or default in payment. Read all the offer-related documents carefully.